ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എനിക്ക് രാവിലെ മുതൽ രാത്രി വരെ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുത്തു തുടങ്ങിയ വീഡിയോ ആണ്. പക്ഷേ എനിക്കങ്ങനെ ഫുൾ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയായപ്പോൾ തന്നെ എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ രാവിലെ എഴുതിച്ചപ്പോൾ വാവ എഴുന്നേൽക്കുന്നതിന് മുന്നപ്പോൾ ഇന്ന് ഫ്രഷായിട്ട് വരാമെന്നൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിലെങ്കിലും ഞാൻ ബെഡിൽ നിന്ന് എഴുതിച്ചത് അറിഞ്ഞിട്ട് അവളും എൻ്റെ കൂടെ എഴുതിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഉറക്കഴിച്ച് അങ്ങനെ നേരെ ഇറങ്ങി വെളിയിലൊന്നും പോവാറൊന്നുമില്ല. നമ്മൾ ബെഡിലിരുന്ന് അവളെ ആ ഒരു ക്രാക്കി മൂടൊക്കെ മാറി നല്ല ഹാപ്പി ആയിട്ട് കളിച്ചും ചിരിച്ചിട്ടൊക്കെ പയ്യെ നമ്മൾ അവിടെ നിന്ന് എഴുതിക്കാറുള്ളൂ. അങ്ങനെ അവൾ സെറ്റായി നമ്മളിനി ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി റൂമൊക്കെ ഒതുക്കിയിട്ടിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. മുന്നേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് റിസീവായ സമയത്ത് എനിക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായി. പക്ഷെ ഓരോ വാഷിന് ശേഷവും തുണി പെട്ടെന്ന് കീറിപ്പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഉറക്കം കഴിച്ചു കഴിഞ്ഞാൽ ബെഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് റൂമൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി കേർട്ടനൊക്കെ മാറ്റിയിടുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആണല്ലേ. ഇനി ഞാനും റുവായും പോയി പല്ലൊക്കെ തേച്ച് വന്നു. റുവ എല്ലാ ദിവസവും എൻ്റെ കൂടെ ബ്രഷ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ അവൾക്കതൊരു ശീലമായി മാറിയിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു മോർണിംഗ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ട്വൈസ് ഇൻ എ ഡേ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ മാത്രം യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു വാസ്ലൈൻ്റെതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരെണ്ണം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. എനിക്കിത് നല്ല എഫക്റ്റീവും ഹൈഡ്രേറ്റഡ് ആയിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ എഴുച്ചപാടെ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചു. എനിക്ക് വിശന്നപ്പോൾ ഞാൻ വന്ന് ചുട്ട് കഴിക്കുവാണ് കേട്ടോ. ഞാൻ അങ്ങനെ രാവിലെ ഒന്നും ആഹാരം കഴിക്കുന്ന കൂട്ടത്തിലല്ല. എനിക്ക് ആ സമയത്തൊന്നും വിശക്കാറില്ല. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ചപ്പാത്തിയൊക്കെ ചുട്ട് നെറ്റ്ഫ്ലിക്സിലൊരു പുതിയ മൂവി ഇറങ്ങിയിട്ടുണ്ട്, മൈ ഓക്സ്ഫോർഡ് ഇയർ. അതും കണ്ട് ഫുഡ് കഴിക്കുവാണേ. പിന്നെ വൈകുന്നേരം വരെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ചെറിയ വയറുവേദനയൊക്കെ ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ബെഡിൽ തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ റുവാക്കുട്ടിയും കൂടി കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ എനിക്കൊരു കൊറിയർ വന്നു കേട്ടോ. കൊറിയറൊക്കെ വന്നാൽ അത് പൊട്ടിച്ച് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ റുവാക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ അവൾക്ക് പൊട്ടിച്ച് കവർ കൊടുത്തതാണ്. ഐഷോയുടെ പാലറ്റാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ റുവായും കുറച്ച് നേരം കൂടെ മുറ്റത്ത് നിന്ന് കളിച്ചു കേട്ടോ. ഞാൻ ഇല്ലെങ്കിൽ റുവ അടുത്ത വീട്ടിലെ കുട്ടികളെ കൂടെ കളിക്കും വൈകുന്നേരം. കുറച്ച് നേരം അങ്ങനെ അവൾ മുറ്റത്ത് കളിക്കാനൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇന്ന് അപ്പുറത്ത് കുട്ടികളൊന്നും വരാത്തത് കൊണ്ട് ഞാനും റുവായുമായിട്ട് പന്തൊക്കെ കളിക്കുവാണേ. അധിക നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല, കാരണം നല്ല കൊതുകുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കളിച്ചിട്ട് തിരിച്ച് കയറി കേട്ടോ. വീട്ടിൽ കയറുന്നതിന് മുന്നേ അവൾ ബൈക്കിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, നമുക്ക് ടാറ്റ പോവാം, ടാറ്റ ടാറ്റ എന്നൊക്കെ ബൈക്കിനോട് പറയുന്നുണ്ട്. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാനും കാക്കായും കൂടി പോത്തീസ് വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഒരുപാട് സ്നഗ്ഗിയൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാട്ടോ അവൾക്ക് വാങ്ങുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങിയതാണ്. ആദ്യം റുവായെ കൊണ്ടുപോകണ്ടെന്നായിരുന്നു, പക്ഷേ ലാസ്റ്റ് അവളെയും നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ട്. അവൾക്കിപ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ ഇങ്ങനെ കീറി വിളിക്കും. അവൾ മാത്രം വിളിച്ചാൽ പോരാ, ഞാനും വിളിക്കണം, കാക്കായും വിളിക്കണം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോത്തീസിലെത്തി. പോത്തീസിൽ സെയിൽ നടക്കുന്ന കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. ഇന്നും കൂടിയേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇത്രയും തിരക്ക് ഞാൻ ഇതിന് മുന്നേ പോത്തീസിൽ കണ്ടിട്ടില്ല. അമ്മാതിരി തിരക്കായിരുന്നു. നല്ല ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വന്ന കാര്യം സ്നഗ്ഗി മാത്രം എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് വേറെ ഒന്നും നോക്കാണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഹോട്ട് ആൻഡ് സ്പൈസി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ഞാനൊരു മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. കാക്ക ഒരു കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഒരു ബിരിയാണി കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അവിടെ ബിരിയാണി തീർന്നു പോയിട്ടുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ ഈ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ച് കഴിച്ചത്. റുവാക്ക് ഇഷ്ടപ്പെട്ടു. റുവായും എൻ്റെ കൂടെ കഴിച്ചു. കൊത്തു പൊറോട്ട കൊടുത്തില്ല, അത് കുറച്ച് എരിവ് തോന്നിയതുകൊണ്ട്. പിന്നെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു. എനിക്കിങ്ങനെ മൊത്തം കഴിച്ച് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി പാർസൽ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നേ. പിന്നെ എൻ്റെ ഈ കണ്ണാടി വെച്ചിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്, കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എനിക്ക് മുന്നേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ണാടി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു സന്ദർഭത്തിൽ കണ്ണാടി ഉപേക്ഷിച്ചതാണ്. ഇപ്പോൾ വീണ്ടും എനിക്ക് കണ്ണിന് പവർ കുറഞ്ഞു. അത് മാത്രമല്ല നല്ല തലവേദനയുണ്ട് കേട്ടോ. അങ്ങനെയാണ് വീണ്ടും കണ്ണാടിയിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വന്നപാടെ ഞാൻ ഡ്രസ്സൊക്കെ മാറുന്നതിന് മുന്നേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ്, നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.